അതിന്റെ ഓർഡർ ആൻഡ് ഡിഗ്രി ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എക്സാമ്പിൾ ടീച്ചർ കാര്യം ചെയ്യാണ്. ഇപ്പൊ എന്താണ് dy by dx equal to x, dy by dx equal to x. അതായത് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. അതായത് dy by dx minus x equal to 0. അതായത് ഡെറിവേറ്റീവും x y ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താണ് ഡെറിവേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോ ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഓർഡർ ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ, അതായത് ഒരു ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇതിപ്പോ dy by dx എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അതിന്റെ ജോമെട്രി എന്താണ്, y എന്ന് പറയുന്ന കർവിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ അങ്ങനെയല്ലേ. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ് x ആണ്. y എന്ന് പറയുന്ന കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് dy by dx. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും y? y-നാണ് നിർമ്മിക്കേണ്ടത്. അപ്പൊ ഏത് y-യുടെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് x. അപ്പൊ എന്ത് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ആരെ മോചിപ്പിക്കണം, y-നെ മോചിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പൊ അങ്ങനെ വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പല രീതികളിൽ വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ടീച്ചറോട് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. dy equal to x into dx. വാരിയബിൾ സെപ്പറബിൾ ആണ്, നമുക്ക് ആ ഭാഗത്ത് മുന്നോട്ട് പറയാം. വാരിയബിൾ സെപ്പറബിൾ ആ മെത്തേഡ് വെച്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യണം. 1 divided integral equal to y, which is equal to x ന്റെ integral x square by 2 plus c. Okay, അപ്പൊ എന്ത് വരും, 2y equal to x square plus c. Okay, ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കുക, ഇതറിയാൻ ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ് അല്ലെ. എന്താണ് ഒരു പരാബോളയുടെ ഇക്വേഷൻ, y equal to x square by 2 plus c. ഇങ്ങനെയാണെങ്കിൽ എഴുതാട്ടോ. അപ്പോ ഇതൊരു പരാബോളയാണ് അല്ലെ. അപ്പൊ ഈ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് 1 കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ പല 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 പരാബോളസ് നമുക്ക് കിട്ടുണ്ടാവുക. അതായത് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y ആക്സിൽ എടുക്കുന്ന ഒരു പരാബോളയാണ്. അപ്പൊ ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക, പോസിറ്റീവ് ആയി ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് ഒരെണ്ണമാണ് കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാണ്, എക്സിന് 0 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. അതുപോലെ എന്ത് കൊടുക്കുക, വൈക്കും എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ എക്സിന് വൈക്കും 0 കൊടുക്കുമ്പോൾ സി എന്താ വരിക, 0. അപ്പോ സിക്ക് പല വാല്യൂസ് കൊടുക്കുമ്പോൾ, സിക്ക് 0 കൊടുക്കുമ്പോൾ ഒരു കർവ് കിട്ടും. ഇനി സിക്ക് 1 കൊടുക്കുമ്പോൾ വേറൊരു കർവ്, വേറൊരു കിട്ടും. സിക്ക് 2 കൊടുക്കുമ്പോൾ അടുത്ത കർവ് കിട്ടും. സിക്ക് 3 കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ. അതായത് ഒരു ഫാമിലി ഓഫ് കർവ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഒരേപോലെയുള്ള ഷിഫ്റ്റ്, അതായത് ഒരേ കർവ് ഷിഫ്റ്റ് ചെയ്യാണ്, ഓരോ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള ഫാമിലി ഓഫ് കർവ്സ് ആണ് ഈ സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുക. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ആരെ മോചിപ്പിക്കുക, ഡെറിവേറ്റീവിനുള്ളിൽ നിന്നൊക്കെ y-നെ മോചിപ്പിക്കുക, അത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുക ഒരു ഉത്തരമല്ല, ഒരു ഫാമിലി ഓഫ് കർവ്സ്, ഒരുപാട് കർവ്സ് ആണ് നമുക്ക് കിട്ടുക. ഒരു ഫാമിലി ഓഫ് കർവ്സ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പൊ പരാബോള കുറേ പരാബോളകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പരാബോളകളാണ് കിട്ടുക. ഇപ്പൊ സർക്കിൾസ് ആണെങ്കിൽ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ, അതായത് ഒരേ സെന്റർ ആയിട്ടുള്ള ടീച്ചറുടെ എക്സാമ്പിൾ കാണിച്ചാൽ കേട്ടോ, കുറെ സർക്കിൾസ് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ അതായത് എന്താണ് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ. ഇങ്ങനെ കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, എനിക്ക് ഇത് പരാബോളകളാണെന്ന് മനസ്സിലായി, ഒരു ഫാമിലി ഓഫ് പരാബോള, കുറേ പരാബോളകൾ ഇതിനകത്തുണ്ട് അല്ലെ, ഒരുപാട് പരാബോളകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് എന്ത് ചെയ്യണം, ഒരു 2,1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു പരാബോള. 2,1 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരിക, ഇതായിരിക്കും അടുത്ത ഈ പരാബോള എന്ന് വിചാരിക്കുക. ഞാൻ വെറുതെ കാണിക്കുന്നത് കേട്ടോ. 2,1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയുള്ള പരാബോളയുടെ ഇക്വേഷൻ വേണം. അപ്പൊ എന്ത് ചെയ്യാം, എക്സിനും വൈക്കും ആ വാല്യൂസ് കൊടുക്കുക. എക്സിനും വൈക്കും എന്ത് ചെയ്യാം, എക്സിന് 2 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പൊ 2 into 1 2 equal to എക്സിന് 2 കൊടുക്കുക, അപ്പൊ 2 square 4 plus c. അപ്പൊ c equal to എന്ത് വരും, ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്ത് വരും, -2. c equal to -2. ഇനി c ന്റെ വാല്യൂ കൂടെ കൊടുക്കുക, അപ്പൊ എന്ത് വരും, 2y equal to x square -2. ഈ കർവാണ് എന്ത് കർവ്, ഈ ഫാമിലിയിലെ എനിക്ക് ആവശ്യമുള്ള കർവ്. ഏത് കർവ്, 2,1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന കർവ്. അപ്പൊ അത് ഞാൻ ആവശ്യപ്പെട്ടത് പെർട്ടിക്കുലർ കർവിനെയാണ് അല്ലെ. അപ്പൊ കർവുകളെല്ലാം സൊല്യൂഷൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നു, ഇതെന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. 2,1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ സിയുടെ വാല്യൂ കിട്ടും, അത് തിരിച്ചു കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കോൺസ്റ്റന്റ് ഇല്ലാതെ സി ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടി? ഒരു സൊല്യൂഷൻ കിട്ടി. അതിനെ പറയുന്ന പേരാണ് എന്ത്? പർട്ടിക്കുലർ സൊല്യൂഷൻ. എനിക്ക് അതിനകത്തൊരു പർട്ടിക്കുലർ കർവ് അല്ലേ വേണ്ടി വന്നത്, അപ്പൊ അത് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ജനറൽ സൊല്യൂഷനിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? സൊല്യൂഷൻ കാണുമ്പോൾ അതിന് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം അതിന്റെ ആൻസർ എന്തായിരിക്കും? ഒരു ഫാമിലി ഓഫ് കർവ്സ് ആയിരിക്കും, ഒരുപാട് കർവുകളായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്ന കർവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം ആ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മൾ ആവശ്യപ്പെടുന്ന ആ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു കർവിനെ ഞാൻ ആവശ്യപ്പെട്ടുണ്ടാവുക. ഇവിടെ 2,1 കൂടെ പാസ് ചെയ്യുന്ന കർവാണ് എനിക്ക് വേണ്ടത്. ആ കർവിന്റെ ഇക്വേഷൻ വരും. ഇനി വേറെ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ കർവിന്റെ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യുക? ഡെറിവേറ്റീവിന് കൊടുക്കുന്ന വൈനെ എക്സിനൊക്കെ നമ്മൾ മോചിപ്പിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഡിഫറൻസിയേഷൻ മോചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ എത്ര മെത്തേഡ് ഉണ്ട്? കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ ആവശ്യമുള്ള ഒന്ന് നോട്ട് ചെയ്യും. 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. The differential equation of the family of curves y equal to e raised to x into a cos x plus b sin x where a and b are arbitrary constants. ഓക്കെ, അപ്പൊ ചോദിച്ചിരിക്കുന്നതാണ് y എന്ന് പറഞ്ഞ കർവ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കണ്ടോ, രണ്ട് കോൺസ്റ്റന്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എന്താണ്? ജനറൽ സൊല്യൂഷൻ ആണ്, അതായത് ഫാമിലി ഓഫ് കർവ്സ്. അതാണ് ഈ ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ എത്ര കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും തവണ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത്രയും തവണ മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഇവിടെ എയും ബിയും രണ്ട് കോൺസ്റ്റന്റ് ആണുള്ളത്, അതായത് രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്താണ് ഓപ്ഷൻസ്? y double dash minus 2y dash plus 2y equal to 0, y double dash plus 2y dash minus 2y equal to 0, y double dash plus y dash square plus y equal to 0, y double dash plus 2y dash minus y equal to 0, y double dash minus 2y dash minus 2y equal to 0. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ രണ്ട് ഡെറിവേറ്റീവ് വേണം അല്ലെ? അപ്പോ നോക്കുക, ഇങ്ങനെ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ y dash അല്ലെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. e raised to x ഒന്നാമത്തെ ഫംഗ്ഷൻ, a cos x plus b sin x രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോ ആദ്യം e raised to x ന്റെ ഡെറിവേറ്റീവ് ആരതിന്? e raised to x തന്നെ. ഇതെന്താ? a cos x plus b sin x അല്ലെ? പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡെറിവേറ്റീവ് e raised to x നെ അവിടെ അങ്ങനെ തന്നെ എഴുതി. ഈ ആളുടെ അകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് a sin x പ്ലസ് ബി cos x. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ നമ്മൾ ഇയും സൈനൊക്കെ വരുമ്പോ നോക്കുക മക്കളെ, ഇത് തന്നെയല്ലേ y എന്ന് പറയുന്നത്? ഇതല്ലേ മുകളിലുള്ളത്? ഇത് തന്നെയല്ലേ y എന്ന് പറയുന്നത്? അപ്പൊ പരമാവധി ഇത് y y ഡാഷ് ഒക്കെ ആയിട്ട് മാറ്റാൻ നോക്കുക. അപ്പൊ ഇവിടെ എന്താ എഴുതാം? ഈ ഒരു ടേമിന് പകരം എന്താ എഴുതാം? ഇത് തന്നെയാണ്, അതെന്താണ്? y ആണ്. അപ്പൊ ഞാൻ മാറ്റി എഴുതാണ് y ഡാഷ് ഈക്വൽ ടു y പ്ലസ് e raised to x into minus a sin x. അവിടെ വ്യത്യാസമുണ്ട് അല്ലെ? മൈനസ് a sin x വ്യത്യാസമുണ്ട്. പ്ലസ് ബി cos x. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഓക്കെ, സിമ്പിൾ ആണ്. ഇനി എന്ത് ചെയ്യാണ്? അപ്പോ രണ്ടുപേരും പോയിട്ടില്ല, എയും പോയിട്ടില്ല, ബിയും പോയിട്ടില്ല. രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ y ഡാഷ് എന്തായി മാറും? y ഡബിൾ ഡാഷ് ആയി മാറും. which is equal to y എന്തായി മാറും? y ഡാഷ് ആയി മാറും. പ്ലസ് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ആദ്യം e raised to x ന്റെ ഡെറിവേറ്റീവ്, അത് ആര് തന്നെയാണ്? e raised to x തന്നെയാണ്. എന്നിട്ട് ഇപ്പുറത്തെ ആളെ വെറുതെ എഴുതുക, മൈനസ് a sin x പ്ലസ് b cos x പ്ലസ് ഇനി ആരെ എഴുതുക? e raised to x into എന്താണ്? ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ്. അപ്പൊ എന്താ വരിക? sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പൊ മൈനസ് അവിടെ തന്നെ ഉണ്ട് cos x, b cos x. അപ്പൊ മൈനസ് b sin x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നോക്കി മക്കളെ, ഈ ടേം തൊട്ട് മുകളിലുള്ള ടേം അല്ലേ? ഈ സംഭവം എന്ന് പറയുന്നത് ഈ ടേം അല്ലേ? ഈ ടേം എന്താണ്? ഈക്വൽ ടു y ഡാഷ് മൈനസ് y ആണ്. ഈ വൈനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ ടേം എന്താണ്? y ഡാഷ് മൈനസ് y. അപ്പൊ ഇവിടെ e raised to x into മൈനസ് a sin x പ്ലസ് b cos x എന്ന് പകരം എന്ത് എഴുതിയാൽ മതി? y ഡാഷ് മൈനസ് y എന്ന് എഴുതാം. കണ്ടോ? y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഡാഷ് പ്ലസ്
ഈ ടേമിന് പകരം എന്താ എഴുതുക? വൈ ഡാഷ് മൈനസ് വൈ. തൊട്ട് മുമ്പിലത്തെ ഭാഗത്ത് തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പുകളിൽ നിന്ന് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഈ ടേം ഒക്കെ വൈലാക്കി മാറി. ഇനി അവിടെ നോക്കി, അവിടെ ഞാൻ അവിടുന്ന് നെഗറ്റീവിന് പുറത്തേക്ക് ഇരിക്കണം കേട്ടോ. മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇടുമ്പോൾ പിന്നെ ആരുണ്ടാവുക? ഇ റേസ് ടു എക്സ് ഇൻറ്റു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. അതല്ലേ വൈ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആരെന്ന് പറയുന്നത്? വൈ എന്ന് പറയുന്നത്. ആ മൈനസിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. അതാരാണ്? വൈ ആണ്. മൈനസ് വൈ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ എ ബി ഒക്കെ പോയി. പിന്നെ എന്ത് ചെയ്യാം? വൃത്തിയിൽ എഴുതാം. അപ്പൊ എന്ത് വരും? ഇവിടെ വൈ ഡബിൾ ഡാഷ് ഉണ്ട്. ഇതെന്താണ്? പ്ലസ് 2y ഡാഷ് അല്ലെ? ആ പ്ലസ് 2y ഡാഷ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 2y ഡാഷ്. ഇവിടെ മൈനസ് വൈ മൈനസ് 2y ആണ്. ആ മൈനസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2y ഈക്വൽ ടു പ്ലസ് 2y ഈക്വൽ ടു ക്ലിയർ അല്ലേ? അപ്പൊ ഏതാ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഓക്കെ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2015 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ദെൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഒക്കെ ഡെറിവേറ്റീവ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നാ ചോദിക്കുന്നത്. ഈ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നാണ് നോക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ്? വൈ ഡബിൾ ഡാഷ് y into y double dash plus y dash whole square plus 1 equal to 0. Y into y double dash plus 2y dash whole square plus 1 equal to 0. Y into y double dash minus 2 into y dash whole square plus 1 equal to 0. Next y into y double dash plus y dash whole square minus 1 equal to 0. Last എന്താണ്? y into y double dash minus 2 into y dash whole square minus 1 equal to 0. Okay. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ എന്തില്ല? പർട്ടിക്കുലർ സൊല്യൂഷൻ ആണിത്, ജനറൽ സൊല്യൂഷൻ അല്ല. അതെങ്ങനെയാ മനസ്സിലായത്? ഇവിടെ എന്തൊന്നും ഇല്ല, കോൺസ്റ്റന്റുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്കറിയാം എത്ര കോൺസ്റ്റന്റ് ഉണ്ടോ അത്രയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എല്ലാത്തിനും എന്തുണ്ട്? ഓപ്ഷൻസിൽ എല്ലാത്തിനും സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ എത്ര വട്ടം ചെയ്യാമെന്ന് മനസ്സിലാക്കുക? 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ചെയ്യല്ലേ? തുടങ്ങാണ്. അപ്പൊ എന്താ വരിക? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ 2x പ്ലസ് ഇവിടെ എന്താ വരിക? 2y into y dash മറക്കരുത് ഈക്വൽ ടു 1 ന്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ 2 ക്യാൻസൽ ചെയ്യാം. 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അല്ലെ? ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം y യുടെ ഡെറിവേറ്റീവ് y ഡാഷ് ഇൻറ്റു ഇപ്പുറത്തുള്ള y ഡാഷ് അതുപോലെ തന്നെ എഴുതുക. പ്ലസ് ഇനി y ആദ്യം വെറുതെ എഴുതുക. പിന്നെ y ഡാഷിന്റെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ന്റെ ഡെറിവേറ്റീവ് ആയത് തന്നെ 0 തന്നെ അല്ലെ? അപ്പൊ എന്താ ഓപ്ഷൻ വരിക? 1 പ്ലസ് ഇതെന്താണ്? y ഡാഷിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് y ഇൻറ്റു y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ? y ഇൻറ്റു y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. യെസ്, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ട് ചോദ്യം വരും. വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ എത്ര തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് കോൺസ്റ്റന്റ് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ അത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യും. 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 5y dx equal to 2x dy passing through the point 1,1. Okay, passing through the point 1,1. ഈ passing through the point എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം പർട്ടിക്കുലർ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1,1 കൂടെ പാസ് ചെയ്യുന്ന ആ കർവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് dy by dx നിന്ന് ആരെ മോചിപ്പിക്കണം? y നെയും x നെയൊക്കെ നമ്മൾ മോചിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 2 ln x equal to 5 ln y. നെക്സ്റ്റ് 5 ln x equal to 2 ln y. തേർഡ് ln into y, ln of log y plus x equal to 2. ഫോർത്ത് log 1 plus xy equal to 0. നെക്സ്റ്റ് 3 log x equal to 5 log. ഓക്കെ, നാച്ചുറൽ ലോഗ് ഇതാണ് അല്ലെ? അപ്പൊ സോൾവ് ചെയ്യാൻ നമ്മളിവിടെ 3 മെത്തേഡ് പഠിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് വാരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. പിന്നെ ഒന്ന് ഹോമോജീനിയസ് മെത്തേഡാണ്, ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. പിന്നെ ഒന്നുള്ളത് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ലീനിയർ ആയിട്ടുള്ള ലീനിയർ ഫോമിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, അതായത് സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡാണ് അല്ലെ? അപ്പോ ആദ്യം നോക്കേണ്ടത് വാരിയബിൾ സെപ്പറബിൾ ആണ്. വാരിയബിൾ സെപ്പറബിൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിവൈന്റെ അടുത്തേക്ക് വൈകളെ കൊണ്ടുവരിക, dx ന്റെ അടുത്തേക്ക് എക്സുകളെ കൊണ്ടുവരിക. അങ്ങനെ
സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. വൈയും ഡിവൈയും ഒരു സൈഡിൽ, എക്സും ഡിവൈയും ഒരു സൈഡിൽ. അപ്പൊ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിച്ച് ചെയ്യാം? വാരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു ചോദ്യം കിട്ടുമ്പോൾ ആദ്യം വാരിയബിൾ സെപ്പറബിൾ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ ടി എക്സ് ആരാണ് എടുക്കുന്നത്? വൈ ആണ് എടുക്കുന്നത് അല്ലെ? കോൺസ്റ്റന്റ് ആണ് എടുത്തോണ്ട് നമുക്ക് വിഷയമുള്ള കാര്യമില്ല. അപ്പൊ ഇവിടെയാണ് ഡി വൈ. അപ്പൊ ഈ വൈനെ എന്ത് ചെയ്യണം? ഡിവൈയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഒരിക്കലും ഡിവൈനെ വൈനെ എത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കാരണം ഡിവൈ താഴെ വരുമ്പോ എന്താവും? താഴെ കൊണ്ടുണ്ടാവുക അല്ലെ? വൈ ഡിവൈ വരിക. അപ്പൊ അങ്ങനെ ഡിനോമിനേറ്ററിൽ ആരെടുക്കാൻ പാടില്ല, വൈ ഡിവൈ വരാൻ പാടില്ല. അപ്പൊ വൈനെയും എക്സിനെയും ഡി എക്സിന്റെയും ഡിവൈയുടെ അടുത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ 5 ഇവിടെ ഉണ്ട്, ഡി എക്സ് ഇവിടെ ഉണ്ട്, 5 ഉണ്ട്, ഡി എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ ഇൻറ്റു എക്സ് ഇവിടേക്ക് വരുമ്പോ എന്താ? ഡിവൈഡ് ബൈ എക്സ് which is equal to ഇവിടെ എന്താണ്? 2dy ഉണ്ട്. ഈ y ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ y. ഇവിടെയുള്ള എക്സിനെ പ്രതി കൊടുത്തു, ഇവിടെയുള്ള വൈനെ പ്രതി കൊടുത്തു. നോക്കൂ, ഇപ്പൊ എക്സും ഡി എക്സും ഒരു സൈഡിലാണ്, വൈയും ഡിവൈയും എന്താണ്? ഒരു സൈഡിലാണ്. ഇപ്പൊ സെപ്പറബിൾ ആയി, അതായത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, വാരിയബിൾസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിൽ 5നെ പിടിച്ച് പുറത്തേക്ക് ഇടുക. അപ്പൊ എന്ത് വരും? log x അല്ലെ? ln x which is equal to ഇവിടെ എന്ത് വരും? 2 log y plus c plus c. ഓക്കെ, അപ്പൊ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. നമുക്ക് ജനറൽ ഇക്വേഷൻ അല്ല വേണ്ടത്, 1,1 കൂടെ പാസ് ചെയ്യുന്ന കർവാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? എക്സിന് 1 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 5 into log 1 equal to 2 into log 1 plus c. ഇഷ്ടപ്പം സ്കിപ്പ് ചെയ്യാട്ടോ. log 1 എത്രയാണ്? 0 ആണ്. മറക്കരുത്, log 1 0 ആണ്. അപ്പൊ ഇതെന്താ വരിക? ഇത് 0 equal to 0 plus c. അതായത് c equal to എത്രയാണ്? c equal to 0. അത് നമ്മൾ ജനറൽ സൊല്യൂഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 5 ln x equal to 2 ln y plus c. c എത്രയാണ്? c 0 ആണ്. എഴുതുന്ന കാര്യം ഉണ്ടാവും? വേണ്ട. അപ്പൊ ഇതാണ് സൊല്യൂഷൻ. എന്താണ് ഉത്തരം? 5 ln x plus 2 ln y. ഓപ്ഷൻ. ഓക്കെ, അപ്പൊ വാരിയബിൾ സെപ്പറബിൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡി എക്സിനെയും എക്സിന്റെ ഫംഗ്ഷൻസിലേക്ക് ഒരു സൈഡിലാക്കുക, വൈനെയും ഡിവൈനെയൊക്കെ, വൈന്റെ ഫംഗ്ഷൻസിനെയും ഡിവൈനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പുറത്തേക്ക് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. ഒരു പ്രോബ്ലം കൂടി നമുക്കിത് ചെയ്യാം. 2011 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ദ ജനറൽ സൊല്യൂഷൻ of the differential equation dy by dx equal to e raised to y into e raised to x minus e raised to minus x plus into 2x is general solution ആണ് കാണുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? e raised to minus y equal to e raised to x minus e raised to minus x plus x square plus c. Second option, e raised to minus y equal to e raised to minus x minus e raised to x minus x square plus c. Third option, e raised to minus y equal to minus e raised to minus x minus e raised to x minus x square plus c. Fourth option, e raised to y equal to e raised to minus x plus e raised to x plus x square plus c. Fifth option, e raised to y equal to e raised to minus x plus e raised to x plus c. Okay. അപ്പൊ നമുക്ക് നോക്കുക, വൈകളൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഡി എക്സ് താഴെയാണല്ലേ? അപ്പൊ ഡി എക്സിനെ അവിടേക്ക് കൊണ്ടുപോകണം, മുകളിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഒറ്റ ടേമില് ഇ റൈസ് ടു വൈ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവരാം, താഴത്തേക്ക് കൊണ്ടുവരാം, ഇവിടുത്തെ സൈഡില്. അപ്പൊ എന്ത് വരും? ഡി വൈ ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു വൈ which is equal to e raised to x plus e raised to minus x plus 2x into dx. Okay, ഇനി e raised to y ഇവിടേക്ക് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? e raised to minus y. ഓക്കെ, എത്രയൊക്കെയാണ് ചെയ്തത്? e raised to y താഴത്തേക്ക് വന്നു, e raised to minus y ആണ്, dx അപ്പുറത്തേക്ക് ഇട്ടു. അപ്പൊ അത് വാരിയബിൾ സെപ്പറബിൾ ആണ്, സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നോക്കൂ, e raised to minus y ഉണ്ടെങ്കിൽ എന്താ? e raised to minus y divided by minus 1 അത് മൈനസ് എടുക്കും, which is equal to e raised to x ഉണ്ടെങ്കിൽ e raised to x plus e raised to minus x ഉണ്ട്, e raised to minus x divided by minus 1 plus 2 into x square by 2 അല്ലെ? x ഉണ്ടെങ്കിൽ x square by 2 2 ക്യാൻസൽ ആണ്, plus c. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്കിവിടെ e raised to y, നമുക്ക് ഈ നെഗറ്റീവിനെ ഫുൾ അങ്ങോട്ട് കൊടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ e raised to minus y equal to സൈൻ ചേഞ്ച് ചെയ്യും. അപ്പൊ എന്തൊരു മൈനസ് e raised to x പ്ലസ് e raised to minus x പ്ലസ് അല്ല മൈനസ് x square plus c. അത് കോൺസ്റ്റന്റ് ഫുൾ പോസിറ്റീവ് ഇട്ടാല് മതി.
ഓക്കെ, അവിടെ സൈൻ മാറ്റമൊന്നുമില്ല. അപ്പൊ മൈനസ് ഇന്നോട്ടമാണെങ്കിൽ പ്ലസ് കെ എന്നാക്കി മാറ്റാം. അത്രേ ഉള്ളൂ. കോൺസ്റ്റന്റ് സൈൻ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഏതാണ് ഓപ്ഷൻസ്? ഇ റേസ് ടു മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് ആണ് കേട്ടോ. മൈനസ് ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നോക്കൂ. ഇ റേസ് ടു എക്സിന്റെ സൈൻ മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. ഇ റേസ് ടു മൈനസ് എക്സ് പോസിറ്റീവ് ആണ്. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ വാരിയബിൾ സെപ്പറേറ്റ് വളരെ സിമ്പിൾ ആണ്. വാരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം. അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് ഫോം നോക്കുക. dy by dx പ്ലസ് പി ഇൻറ്റു ഒരു y ഈക്വൽ ടു ക്യൂ. അതിൽ പിയും ക്യൂ എക്സിന്റെ ഫംഗ്ഷൻസ് ആവാം. പി ക്യൂ എന്തിന്റെ ഫംഗ്ഷൻസ് ആണ്? എക്സിന്റെ ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇക്വേഷൻ ആണ് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറയാം, ഈക്വൽ ടു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ ഐ എഫ് ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇതാണ്. ഇനി ഐ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി അറിയാലോ. അപ്പൊ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അത് ആരുടെ പവറാക്കി കൊടുക്കുക? ഇയുടെ പവറാക്കി കൊടുക്കുക. അപ്പൊ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ഇതിനകത്ത് പി അറിയാം, ക്യൂ അറിയാം അല്ലെ. ചില ചോദ്യങ്ങളിൽ സൊല്യൂഷൻ കാണുന്നതിന് പകരം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ മാത്രം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് മാത്രം ചോദിച്ചിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതേ സംഭവം തന്നെ ഇതിന് തലതിരിഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി വരും. അതായത് ഇതിപ്പോ ഡി വൈ ബൈ ഡി എക്സ് അല്ല. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞത് എന്താണ്? ഡി എക്സ് ബൈ ഡി വൈ ഇങ്ങനെ വരുമ്പോ കേട്ടോ, അത് ഇങ്ങനെ ചെയ്യേണ്ടി വരും, നമ്മളായിട്ട് ചെയ്യേണ്ടി വരും. ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി ഇൻറ്റു എക്സിനോടൊക്കെ വൈയോ വൈയോടൊക്കെ എക്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്നിട്ട് അതിനെ തിരിച്ചിട്ടാൽ മതി. എക്സിനോടൊക്കെ വൈ ആക്കി മാറ്റാം. പി ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യൂ, where p and q are functions of y. ഫംഗ്ഷൻസ് ആണ് ഇവിടെ എഴുതുന്നത്. ഫംഗ്ഷൻസ് ഓഫ് y. അതായത് നേരത്തെ എക്സിന്റെ ഫംഗ്ഷൻസ് ആയിരുന്നു പി ഇൻ ക്യൂ. ഇവിടെ എന്താണ്? വൈയുടെ ഫംഗ്ഷൻസ് ആണ് പി ഇൻ ക്യൂ. അങ്ങനെയാണെങ്കിൽ therefore solution is y into if ന് പകരം x into if. x into integrating factor equal to integral if into q dy. q dy. ഓക്കെ, ഇനി എന്താണ് ഐ എഫ്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഇങ്ങനെയാണ്. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സിന് പകരം പി ഡി വൈ. ഇത്രയേ ഉള്ളൂ. എക്സ് ഉള്ളതൊക്കെ എന്തായി മാറുന്നു? വൈ ആയിട്ട് മാറുന്നു. അപ്പൊ ഇതും കൂടെ വരാറുണ്ട്. ഇത് ഒരുപാട് ചോദിക്കും നമുക്ക് എക്സാമിന്. മറ്റേ നമ്മുടെ എക്സാമിനൊന്നും, അതായത് സ്കൂളിലെ എക്സാമിനൊന്നും ബോർഡ് എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ഭാഗം ചോദിക്കാനില്ല, പക്ഷെ എൻട്രൻസിന് ഈ ഒരു ഫോം ധാരാളമായിട്ട് ചോദിച്ചു കാണുന്നു. ഓക്കെ, അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള സൂത്രമൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. എന്താണ്? ദ സൊല്യൂഷൻ ഓഫ് dy by dx plus y into tan x equal to sec x. y of 0 equal to 0 is options എന്താണ്? y sec x equal to tan x, y tan x equal to sec x, tan x equal to y tan x, x sec x equal to tan y, y cot x equal to sec x. ഇങ്ങനെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ആദ്യം നോക്കുന്നത് വാരിയബിൾ സെപ്പറേറ്റ് വെക്കുന്നതോ നോക്കി പോകും. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കറക്റ്റ് ഫോമാണ് അതിന്റെ. അതായത് dy by dx പ്ലസ് y into എക്സിന്റെ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു ക്യൂ, അങ്ങനെയാണ് അല്ലെ? വേറൊരു ഫംഗ്ഷൻ എക്സിന്റെ ഫംഗ്ഷൻ. ഇത് കറക്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഫോം ആണ് അല്ലെ? അപ്പോ ഇത് എന്ത് ചെയ്യാം? നിങ്ങൾ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാ? വാരിയബിൾ സെപ്പറബിൾ ആവുമെന്ന് നോക്കുക. അപ്പൊ ഇത് വാരിയബിൾ സെപ്പറബിൾ ആവില്ല, ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം സെപ്പറബിൾ ആവില്ല. പക്ഷെ ഇത് ഇതിന്റെ ഫോമായിട്ട് കറക്റ്റ് ഫോമായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് പിയും എന്താണ് ക്യൂ എന്ന് എഴുതണം. അപ്പൊ പി എന്താ മക്കളെ? വൈന്റെ കൂടെ നിൽക്കുന്നതാണ് പി. അപ്പൊ പി ഈക്വൽ ടു ടാൻ എക്സ്, ക്യൂ ഈക്വൽ ടു സീക്ക് എക്സ്. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ നെഗറ്റീവ് കൂടെ പിക്ക് കൊടുക്കണം കേട്ടോ. ഇവിടെ നെഗറ്റീവ് ഇല്ല, ഇവിടെ പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഓക്കെ, പി കിട്ടി. ഇനി അടുത്ത പരിപാടി ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആദ്യം ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ഇന്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ്? ടാൻ എക്സ് ഡി എക്സ്. അപ്പൊ ടാനിന്റെ ഇന്റഗ്രൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? ലോഗ് സീക്ക് എക്സ്. ഓർമ്മണ്ടോ? ലോഗ് മോഡ് സീക്ക് എക്സ്. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം? ഇയുടെ പവർ കൊടുക്കണം അല്ലെ? ഞാൻ മോളിലുണ്ടോ? അയ്യ, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി.
ഇയുടെ പവറിൽ എടുക്കുക. അപ്പൊ ഇയുടെ പവറിൽ എടുക്കുക, ഇയുടെ പവറിൽ എടുക്കുക. അപ്പൊ ഇയും ലോഗും കൂടി ക്യാൻസൽ ആവും. ആരെയും ആവും? സീക്കെക്സ്. സീക്കെക്സ് ക്ലിയർ ആണല്ലോ? അപ്പൊ ഐ എഫ് എന്താണ്? സീക്കെക്സ്. നിങ്ങൾ ഈ BDX ആദ്യം BDX കാണാൻ ഇവരൊക്കെ ഷോർട്ടിൽ എന്ത് കൊടുക്കുക? ഈ കൊടുക്കാൻ മതി. അപ്പൊ സീക്കെക്സ്. ഓക്കെ, അപ്പൊ ഐ എഫ് കിട്ടി. ഇനി സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ പഠിച്ചു വെക്കണം. y into IF. y into IF ആരാ? സീക്കെക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ IF into, അതായത് സീക്കെക്സ് ഇൻറ്റു Q. Q ആരാണ്? അഗൈൻ സീക്കെക്സ് dx അല്ലെ? ഇതെന്താ? sec square x അല്ലേ? sec square x ന്റെ ഇന്റഗ്രൽ എന്താ നമ്മൾ പഠിച്ചത്? tan x അല്ലെ? tan x പ്ലസ് c. sec square x ആണ്. sec square x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം tan x ആണ്. അപ്പൊ ഉത്തരം കിട്ടി y sec x equal to tan x plus c. പക്ഷെ നമ്മൾ ചോദിച്ചത് എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് y of 0 equal to 0. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പോയിന്റ് ആയിട്ടല്ല, y യുടെ വാല്യൂ ആണ് ഈ 0. y ന്റെ ഉള്ളിൽ കിടക്കുന്ന x ആണ് കേട്ടോ. ഇവിടെ ഇപ്പൊ രണ്ടും സെയിം ആണ്. y ന്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ x ന്റെ ആണ്. y യുടെ വാല്യൂ ആണ് ഈക്വൽ ടു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ x നും y ക്കും എന്ത് കൊടുക്കുക? 0 0. അതായത് 0,0 എന്ന് പറയുന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്നത് കർവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് കൊടുക്കാണ്? 0 0 കൊടുക്കാണ്. ആദ്യത്തെ 0,0 x നും y ക്കും. y ക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 0 into something 0 അല്ലെ? ഇനി tan x ന് 0 കൊടുക്കുമ്പോൾ tan 0 എന്താണ്? 0 പ്ലസ് c. അപ്പൊ c എത്രയാണ്? 0. c ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ വരിക? y sec x equal to tan x. y sec x equal to tan x. ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ y sec x equal to tan x. ഒന്നാമതാണ് ഓപ്ഷൻ. എളുപ്പല്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതുപോലെ ഇഷ്ടംപോലെ റോൾസ് തന്നെ ചെയ്ത് നോക്കാം. ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്യാം. നെക്സ്റ്റ് 2014 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The integrating factor of the differential equation sin x into dy by dx plus 2y cos x equal to 1 is solution ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം dy by dx ലീനിയർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? പക്ഷെ ഇത് ജനറൽ ഫോം അല്ല. ജനറൽ ഫോമില് dy by dx ഒറ്റയ്ക്ക് നിൽക്കുള്ളൂ അല്ലെ? dy by dx plus p into y അങ്ങനെയല്ലേ പഠിച്ചത്. ഇവിടെ എന്താണ്? dy by dx കൂടെ ആര് നിൽക്കുന്നുണ്ട്? sin x നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ sin x നോട് മാറ്റണം. ഇൻറ്റു sin x ആയതുകൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യാം? sin x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇയാൾക്ക് മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല. ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? sin x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? dy by dx പ്ലസ് ഇവിടെ 2y ഇവിടെ വരുന്നത് cos x ഡിവൈഡ് ബൈ sin x. അപ്പൊ എന്താ വരിക? cot x അല്ലെ? ഈക്വൽ ടു 1 by sin x. 1 by sin x എന്താ? cosec x. ഓക്കെ, ഇനി എന്താ? p യും എഴുതുക, q എഴുതുക. p എന്താ നോക്കണേ? p ഈക്വൽ ടു 2 cot x. പക്ഷെ ഇവിടെ q എഴുതുന്ന കാര്യമില്ല. കാരണം ചോദ്യം എന്താണ്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റീവ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? e raised to integral p dx. അപ്പൊ p യുടെ റോൾ മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 2 cot x ന് അതായത് ഇന്റഗ്രൽ p dx ചെയ്യാം. ഇന്റഗ്രൽ p dx which is equal to integral 2 cot x. 2 cot x അല്ലെ? 2 കോൺസ്റ്റന്റ് ആണ് നമ്മൾ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. cot x ന്റെ ഇന്റഗ്രൽ എന്താണ്? cot x ന്റെ ഇന്റഗ്രൽ എന്നാ അറിയില്ലേ? എന്താണ്? log sin x mod sin x അല്ലെ? നമുക്കറിയാം ഈ 2 log പിടിച്ചതിന്റെ മണ്ടക്കിടും. ആരുടെ മണ്ടക്കിടും? sin x ന്റെ പവറിലേക്ക് ഇടും. അപ്പൊ log sin x ന്റെ സ്ക്വയർ, sin square x. ഓക്കെ, ഇതിപ്പോ ഇന്റഗ്രൽ p dx ആയിരുന്നു. IF ന്റെ ഇക്വേഷൻ എന്താണ്? e raised to integral dx. e raised to എല്ലാവരുടെയും താഴെ എന്ത് ചെയ്യുക? e raised to കൊടുക്കുക. അപ്പൊ എന്ത് വരും? ലോഗും ഇയും കൂടി ക്യാൻസൽ ആവും. ഇവിടെ അത് പറ്റില്ല. കണ്ടോ, ഫ്രണ്ടിൽ 2 ഉള്ള കാരണം ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺസ്റ്റന്റ് കൊടുത്ത് മാറ്റി ഞാൻ അപ്പുറത്തേക്ക് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇയും ലോഗും കൂടി ക്യാൻസൽ ആയി. അവസാന ആൻസർ ആണ് sin square x. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറും പല പല ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സൊല്യൂഷൻ കാണാണ്ട് ഇത്ര വരെ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ ഒന്നും വിട്ട് കളയരുത്. വളരെ എളുപ്പമാണ്. ഇത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash into y square minus x equal to y is അല്ലെ? അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? y cube minus 3xy equal to c, y cube plus 3xy equal to c, x cube minus 3xy equal to c, y cube minus xy equal to c, x cube minus xy equal to c. നമുക്കതൊരു dy by dx എഴുതി വൃത്തികേടാം. അപ്പൊ എന്താ എഴുതി?
dy by dx into y square minus x equal to y. അപ്പൊ നമ്മൾ ആ നോക്ക് വാരിയബിൾ സെപ്പറബിൾ പറ്റുമോ? പറ്റില്ല. വാരിയബിൾ സെപ്പറബിൾ പറ്റില്ല. കാരണം അവിടെ y സ്ക്വയർ മൈനസ് എക്സ് ഉണ്ട്. അവരുടെ ഉള്ളിൽ എക്സിനെ വൈനെ പൊട്ടിച്ചു കൊണ്ടുപോകാൻ എളുപ്പമല്ല. അപ്പൊ എന്തായാലും വാരിയബിൾ സെപ്പറബിൾ പറ്റില്ല. എന്നാ എന്ത് പറ്റൂല? ലീനിയർ ഡിഫറൻഷ്യൽ, അതായത് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ വെച്ചിട്ട് dy by dx പ്ലസ് സംതിങ് ആണ് വേണ്ടത് അല്ലെ? dy by dx പ്ലസ് സംതിങ് ഒക്കെയാണ് വേണ്ടത്. അപ്പൊ അത് എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്താ വരിക? ഉള്ളിലേക്ക് വരുമ്പോ അതൊരു ബുദ്ധിമുട്ട് വരും അല്ലെ? അപ്പോ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ dy by dx ഈക്വൽ ടു എഴുതാം. അപ്പൊ y ഡിവൈഡഡ് ബൈ എന്ത് വരും? y സ്ക്വയർ മൈനസ് എക്സ്. y സ്ക്വയർ മൈനസ് എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഇതൊന്ന് റെസിപ്രോക്കൽ ചെയ്ത് നോക്കി നോക്കി. എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ ചെയ്ത് നോക്കുക. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് വരും? dx by dy ഈക്വൽ ടു y സ്ക്വയർ മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ y. അപ്പൊ താഴെയുള്ളവ രണ്ടുപേർക്ക് അവകാശപ്പെടാണ്, രണ്ടുപേർക്ക് കൊടുത്തൂടെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? dx by dy ഈക്വൽ ടു ഇവിടെ എന്താ എഴുതാം? y സ്ക്വയർ ബൈ y എന്താ? y മൈനസ് എക്സ് ബൈ y. ഓക്കെ, നമുക്ക് ഓർമ്മ ഉണ്ടോ? dx by dy പ്ലസ് p ഇൻറ്റു എക്സ് ആണ് വരിക. പ്ലസ് p ഇൻറ്റു എക്സ് ഈക്വൽ ടു അതിന്റെ ഫംഗ്ഷൻ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സിന്റെ ടേം പ്രത്യേകം കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? dx by dy ഈക്വൽ മൈനസ് എക്സ് വൈ പ്രതി വരുമ്പോ പ്ലസ് എക്സ് ബൈ വൈ ഈക്വൽ ടു y. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? പിയും ക്യൂവും കണ്ടുപിടിക്കുക. ഇവിടെ പി എന്താ? ഈ 1/y ആണ് പി. അപ്പൊ പി ഈക്വൽ ടു 1/y, ക്യൂ ഈക്വൽ ടു y. ഇപ്പുറത്തുള്ളത് ക്യൂ ഈക്വൽ ടു y. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇന്റഗ്രൽ പി ഡി വൈ ഓർമ്മ ഉണ്ടോ? പി ഡി വൈ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണ്. ഇന്റഗ്രൽ പി ഡി വൈ, ഇന്റഗ്രൽ പി ഡി വൈ. അപ്പൊ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇന്റഗ്രൽ 1/y dy. 1/y ഇന്റഗ്രൽ എന്താ? y, y അല്ല log y. ഓക്കെ, ഇപ്പോഴും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആയില്ല. എല്ലാവരും എന്ത് ചെയ്യുക? ഈടെ ചെയ്യാം. അപ്പൊ എന്താ? ഈ ലോഗും ക്യാൻസൽ ആയി ഈക്വൽ ടു y. ഈ ലോഗും ക്യാൻസൽ ആയി മക്കളെ y. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ IF കിട്ടി കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ എല്ലാം സൊല്യൂഷൻ ഓർമ്മ ഉണ്ടോ? മറ്റൊടത്ത് y ഈക്വൽ ടു എന്തായിരുന്നു? IF ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താ വരിക? x ഇൻറ്റു IF. x ഇൻറ്റു IF ആരാ? y ഈക്വൽ ടു ഇന്റഗ്രൽ IF ഇൻറ്റു IF ആരാണ്? y ഇൻറ്റു q ആരാ? അതും y. അപ്പൊ എന്താ വരിക? y സ്ക്വയർ dy അല്ലെ? y സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? y ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് c ഇൻറ്റു എക്സ് അല്ലെ? ഇത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കാരണം ഇവിടെ ഓപ്ഷൻസ് അങ്ങനെയാണ്. 3xy ഒക്കെ ഉണ്ട്. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3xy ഈക്വൽ ടു y ക്യൂബ് പ്ലസ് 3c. അപ്പൊ 3c ഞാൻ വേറൊരു കോൺസ്റ്റന്റ് c1 എന്ന് വിളിക്കുകയാണ്. 3c എന്തെന്ന് വിളിക്കുക? c1 എന്ന് വിളിക്കുക. അതൊന്നും വിഷയം കാര്യമില്ല. കോൺസ്റ്റന്റ് ആണെങ്കിൽ വീണ്ടും കോൺസ്റ്റന്റിലേക്ക് മാറ്റാം. അപ്പൊ ഇത് ഏതാ ഓപ്ഷൻ വരിക? y ക്യൂബ് എന്താ വരിക? y ക്യൂബ് മൈനസ് 3x അല്ലെ? ഇതല്ലേ വരിക? നമുക്ക് കാര്യം ചെയ്യാം. y ക്യൂബിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം? 3xy കൊണ്ടുപോകണം. അപ്പൊ എന്താ വരിക? y ക്യൂബ് മൈനസ് 3xy. ഈ പ്ലസ് c1 പുറത്തേക്ക് വരുമ്പോ എന്താവും? മൈനസ് c1. അതിന്റെ c1 വരിക. കോൺസ്റ്റന്റ് സൈൻ മാറുന്നതോ അല്ലെങ്കിൽ വേറൊരു നമ്പർ ആവുന്നതോ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. എക്സും വൈയും വരുമ്പോഴേ എന്ത് ചെയ്യുന്നു? അത് മാറ്റാതെ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഈക്വൽ ടു ഒരു c ആണ്. c1 പുറത്തേക്ക് വരുമ്പോൾ മൈനസ് c1. അത് ഞാൻ c എന്ന് വിളിക്കുക, k എന്ന് വിളിക്കുക, എന്തെങ്കിലും വിളിച്ചോളൂ. അപ്പൊ എന്താ ഓപ്ഷൻ വരിക? y ക്യൂബ് മൈനസ് 3xy ഈക്വൽ ടു c. കോൺസ്റ്റന്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓപ്ഷൻ എ ആണ്. കണ്ടോ? അപ്പൊ ഞാൻ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? റെസിപ്രോക്കൽ ചെയ്യേണ്ടി വരും. വാരിയബിൾ സെപ്പറബിൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ dy by dx ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലീനിയർ ഡിഫറൻഷ്യൽ ചെയ്യാൻ പറ്റും നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ ചെയ്യാനുള്ള ഒരു ഓർമ്മ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇതിന്റെ ചെയ്തു നോക്കാം. ഇതൊന്ന് നോട്ട് ചെയ്യും. മക്കളെ 2019 വെച്ചുള്ള ചോദ്യമാണത്. ഇഫ് dy by dx ഈക്വൽ ടു 2x plus y and y of 1 equal to 0, then x plus y plus 2 equal to. ചോദ്യം തന്നിട്ടുണ്ടല്ലേ? എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y of 1 equal to 0. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവ് ഏത് പോയിന്റ് കൂടെ കടന്നു പോകുന്നുണ്ട്? 1,0 എന്ന് പറയുന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ x plus y plus 2 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായാലും കർവ് ഇത് കൂടെ കടന്നു പോകുന്നതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് അല്ലെ? അപ്പൊ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിക്കുന്നത് x plus y 2 എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 3 into e raised to y by 2. Second option 2 into e raised to y by 2. Third option e raised to y by 2. Fourth option 0.
ഫിഫ്ത് ഓപ്ഷൻ 5 into e raised to y by 2. ഓക്കെ, അപ്പൊ ഇതെന്തല്ല വാരിയബിൾ സെപ്പറബിൾ അല്ല. കാരണം എന്താണ്, x plus y വരുമ്പോൾ നമുക്ക് അതിനെ പൊട്ടിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. പിന്നെ എന്തല്ല dy by dx വളരെ ലീനിയർ ഡിഫറൻഷ്യൽ ഫോം അല്ല. ഇത് ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ കൂടി, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ കൂടിയും എന്തല്ല dy by dx പ്ലസ് y into x-ന്റെ ഫംഗ്ഷൻ അങ്ങനെ ഇല്ലല്ലോ. ഇതൊക്കെ ഇവിടെ നോക്കല്ല ചെയ്യാം. അപ്പൊ അടുത്ത കാര്യം ചെയ്യുന്നത് ഇത് റെസിപ്രോക്കലി നോക്കുക. ഇത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഫോം വെച്ച് ചെയ്യാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റെസിപ്രോക്കലി ചെയ്യാം. അപ്പൊ റെസിപ്രോക്കലി ചെയ്യുമ്പോൾ എന്താ വരിക, dx by dy equal to എന്ത് വരും, x plus y whole divided by 2. അത് നമുക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ജനറൽ ഫോം എഴുതുമ്പോ dx by dy ഇതിന്റെ കൂടെ x ഉള്ള ഫംഗ്ഷൻ, അതായത് ഈ ഭാഗം ഇപ്പുറത്തേക്ക് പോകും, മൈനസ് x by 2 equal to y by 2. ഓക്കെ, അപ്പൊ എക്സിന്റെ കൂടെ നിൽക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ഇതാണ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് അല്ലെ മക്കളെ. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 1 by 2. മൈനസ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കൂടെ കൊടുക്കണം. ക്യൂ എന്ന് പറയുന്നത് എന്താ കുട്ടികളെ, y by 2. ഇനി നമുക്ക് ആദ്യം എന്താണ് കണ്ടത്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ IF. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ പഠിച്ചതെല്ലാം y ഉള്ളിടത്തൊക്കെ എന്താക്കണം, എക്സ് ആക്കി മാറ്റണം. അപ്പൊ ഇന്റഗ്രൽ പി ഡി വൈ ഇ റൈസ് ടു ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവസാനം ഇടാം, which is equal to ഇന്റഗ്രൽ പി ആരാണ്, മൈനസ് 1 by 2 dy അല്ലെ. മൈനസ് 1 by 2 പിടിച്ച് പുറത്തില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്താ വരിക, ഡിവൈഡ് ഇന്റഗ്രൽ എന്താ y. അപ്പൊ മൈനസ് 1 by 2 into y, അതായത് മൈനസ് 5 by 2. ഓക്കെ, എല്ലാവരുടെയും താഴെ നോക്കുക, ഇ റൈസ് ടു മൈനസ് 5 by 2. ഇതാണ് എന്ത്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ എഴുതണ്ടേ. സൊല്യൂഷൻ എന്താ, x into if. ഓർമ്മിക്കണം, y into അല്ല, x into if. if ആരാണ്, ഇ റൈസ് ടു മൈനസ് 5 by 2 ഈക്വൽ ടു ഇന്റഗ്രൽ q into q ആരാണ്, y by 2. y by 2 into e raised to, അതായത് if ആരാണ്, e raised to q into if, e raised to minus y by 2 dy അല്ലെ. പിന്നെ ഈ 1 by 2 പിടിച്ച് പുറത്തിടാം, 1 by 2 പിടിച്ച് പുറത്തേക്കിടാം. അപ്പൊ x into e raised to minus y by 2 equal to 1 by 2 into ഇവിടെ എന്താ വരിക, y into ഇന്റഗ്രൽ y into ഇന്റഗ്രൽ y into e raised to minus y by 2 dy അല്ലെ. അപ്പൊ 1 by 2 പിടിച്ച് പുറത്തേക്കിട്ടുണ്ട്. ഇത് നോക്കുക, ഇവിടെ എന്താണ്, ഫസ്റ്റ് ആൾജിബ്രയാണ്, പിന്നെ എന്താണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താ മക്കളെ ചെയ്യേണ്ടി വരിക, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യേണ്ടി വരിക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ്, y, സെക്കൻഡ് ഫംഗ്ഷൻ e ആണ് അല്ലെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും ലാസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ u, അതായത് y into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇയുടെ ഇന്റഗ്രൽ ആര് തന്നെ, e തന്നെ, മൈനസ് 5 by 2 ഡിവൈഡഡ് ബൈ ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ്. അങ്ങനെയില്ലേ, ആദ്യം ഇന്റഗ്രൽ, പുറത്തുള്ളതിന്റെ ഇന്റഗ്രൽ, ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക, മൈനസ് 5 by 2 ഡെറിവേറ്റീവ് എന്താ, മൈനസ് 1 by 2 ഡിവൈഡ് ബൈ മൈനസ് 1 by 2. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് y ന്റെ ഡെറിവേറ്റീവ് എന്താ, 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതി, ഇവിടെ എഴുതി, അത് തന്നെ എടുത്ത് എഴുതുക, ഡിവൈഡ് ബൈ മൈനസ് 1 by 2 dy. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കി, ഇവിടെ 1 by 2, ഇവിടെ 1 by 2 ഉണ്ട്, ഇവിടെയും 1 by 2, ഇവിടെയും 1 by 2, എല്ലാം ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ 1 by 2 ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ 1 by 2 ഈ 1 by 2 ആയിട്ട് ക്യാൻസൽ ആയി. അപ്പൊ എന്താ വരിക നോക്കുക, ഇനി ഇവിടെ മൈനസ് ഇല്ല, മൈനസ് മുകളിലേക്ക് വരും അല്ലെ, മൈനസ് y e raised to minus 1 by 2. ഇനി ഈ മൈനസ് വരുമ്പോൾ എന്താവും, പ്ലസ് ഇവിടെ എന്താ വരും, ഇനി ഇന്റഗ്രൽ e raised to minus y by 2, അതല്ലേ ഉള്ളൂ. അതെന്താ വരിക, e raised to minus y by 2 ഡിവൈഡ് ബൈ, അത് മാറ്റരുത്, മൈനസ് 1 by 2 പ്ലസ് ഇവിടെ ആരുണ്ട്, x into e raised to minus y by 2 അല്ലെ. അപ്പൊ ഒരു കാര്യം നോക്കൂ, ഈ മൈനസ് 1 by 2 കൊണ്ട് മുകളിലേക്ക് വരിക, അപ്പൊ എന്താവും, ഇൻറ്റു 2, അത് മൈനസ് ആവും 2, ഇങ്ങനെയല്ലേ വരിക, നേരത്തെയാണ് വരിക. അപ്പൊ നോക്കുമ്പോൾ എല്ലായിടത്തും എന്തുണ്ട്, y by e raised to y by 2 എല്ലായിടത്തും കോമൺ ആണ് അല്ലെ. എല്ലാ ടേമിലും e raised to y by 2 കോമൺ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ട് ടേമുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇയാൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇപ്പുറത്തേക്ക് 2 എന്ന് പറഞ്ഞ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്തായി മാറും, ഈ മൈനസ് മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. ടീച്ചർ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്, ഇവർ രണ്ടുപേരും ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു വിചാരിക്കുക. അപ്പൊ എന്താ വരിക, x e raised to minus y by 2 പ്ലസ് y e raised to minus y by 2, ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 2 e raised to minus y by 2 പ്ലസ് c. അപ്പൊ നമുക്ക് ആരെ പുറത്തേക്ക് വയ്ക്കുകയാണ്, e raised to minus y by 2 പുറത്തേക്ക് വയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ പിന്നെ ആരാളുള്ളത്, x, മൈനസ് y പുറത്തേക്ക് വന്നപ്പോ പ്ലസ് y ആണ്, പിന്നെ മൈനസ് 2 പുറത്ത് വന്നപ്പോ പ്ലസ് 2 അല്ലെ. ഇത് അവരുന്നൊക്കെ ആരെ പുറത്തേക്ക് e raised to minus y by 2 പുറത്തെടുത്തു, ഈക്വൽ ടു c
ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. ഏതാണ്? y(1) = 0. മറന്നു പോകരുത്. ബ്രാക്കറ്റിന്റെ അകത്തുള്ളതിന് എന്താ കൊടുക്കേണ്ടത്? x നാണ് കൊടുക്കേണ്ടത്. അപ്പൊ x ന്റെ വാല്യൂ 1 ആണ്, y ന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ x കൊടുത്ത് 1 കൊടുക്കുക, y കൊടുത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ ഇവിടെ y യുടെ 0 ആണല്ലേ, അപ്പൊ e⁻0 എന്ന് വരും അല്ലെ. ഇൻറ്റു x 1 ആണ് പ്ലസ് y 0 ആണ് പ്ലസ് 2 = c. e⁻0 1 അല്ലേ, അപ്പൊ എന്താ വരിക? 1 + 2 3 = c. c യുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ അതോടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ e⁻y/2 ഇൻറ്റു x + y + 2 = c. എത്ര മക്കളെ? 3. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? x + y + 2 ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ ഇതപ്പുറത്തേക്ക് പോകുമ്പോ എന്താ? ഇയാളപ്പുറത്തേക്ക് കൊണ്ടുപോവാ, ഇയാൾ ഡിവിഷൻ അല്ലേ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? x + y + 2 = 3 ഡിവൈഡഡ് ബൈ ഇൻറ്റു എന്നത് മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയി ഡിവൈഡഡ് ബൈ e⁻y വരും. ആ നെഗറ്റീവിനെ പറയുന്നത് നമുക്ക് മുകളിലേക്ക് എടുക്കാം. മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പവർ പോസിറ്റീവ് ആവും. അപ്പൊ 3 × e⁻y അല്ലെ. എന്താ ഓപ്ഷൻ? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. ഇത് വലിയ ഇതിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായത് ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വന്നു. അതിന്റെ ഉള്ളൊരു കൊച്ചു എന്ത് ചെയ്ത് വന്നു? ഒരു ചെറുതായിട്ട് ചെയിൻ പോലെ ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ ആകെയുള്ള ബുദ്ധിമുട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചെയ്താൽ തന്നെ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് സ്പീഡായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലം നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.